നമസ്കാരം. ദീപിക ഫുട്ബോൾ കാർണിവലിലേക്ക് സ്വാഗതം. ഫുട്ബോൾ പ്രേമികൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ ഒരു മത്സരമായിരുന്നു അർജന്റീന കേപ്പ് വെർഡെ മത്സരം. ഈ മത്സരത്തിന്റെ സമഗ്ര വിശകലനവുമായിട്ടാണ് ഞങ്ങളുടെ സ്പോർട്സ് ലേഖകൻ ശബരി ഇവിടെ എത്തിയിരിക്കുന്നത്. നമസ്കാരം ശബരി. നമസ്കാരം. ഇന്നത്തെ മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അക്ഷരാർത്ഥത്തിൽ ഫുട്ബോൾ അതിൻ്റെ ഒരു സൗന്ദര്യം എന്താണോ അത് കണ്ട ഒരു മത്സരമാണ് അർജന്റീന കേപ്പ് വെർഡെ റൗണ്ട് ഓഫ് 32 മത്സരം. ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ആ മത്സരം പൂർത്തിയായത്. ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയെ കേപ്പ് വെർഡെ എന്ന കുഞ്ഞൻ ആഫ്രിക്കൻ രാജ്യമെന്ന് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു അട്ടിമറി മണത്തായിരുന്നോ? തീർച്ചയായും ഒരു അട്ടിമറിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഷൂട്ട് ഔട്ടിലേക്കോ തന്നെ പോകുമായിരുന്ന ഒരു മത്സരമാണ്. ഒരു 113-ാം മിനിറ്റിൽ ഒരു സെൽഫ് ഗോൾ വഴങ്ങേണ്ടി വന്നുകൊണ്ട് മാത്രം അർജന്റീനയ്ക്ക് സ്വന്തമാക്കാനായത്. ഈ ലോകകപ്പിലെ കറുത്ത കുതിരകളായിട്ട് കേപ്പ് വെർഡെ മാറ്റാൻ പറ്റുമോ, പറയാൻ പറ്റുമോ? തീർച്ചയായും കറുത്ത കുതിരയായിട്ട് തന്നെ നമുക്ക് പറയാം. ആദ്യത്തെ മത്സരത്തിൽ സ്പെയിനെ ഒരു ഗോൾലെസ് ആയിട്ടുള്ളൊരു സമനിലയിൽ തളയ്ക്കുന്നു. രണ്ടാം മത്സരത്തിൽ ഉറുഗ്വേക്കെതിരെ 2 ഗോൾ അടിക്കുന്നു. ഉറുഗ്വേ 2 ഗോൾ അടിക്കുന്നുണ്ട്. അങ്ങനെ 2-2 സമനിലയിൽ പിരിയുന്നു. അതിൻ്റെ അടുത്ത മത്സരം സൗദി അറേബ്യയെ, കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയെ തോൽപ്പിച്ച സൗദി അറേബ്യയെ അതിലും സമനിലയാണ് അവർ പിടിക്കുന്നുണ്ട്. അങ്ങനെ 3 പോയിന്റുമായിട്ടാണ് റൗണ്ട് ഓഫ് 32 എത്തിയത്. ഇന്ന് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇന്ന് അർജന്റീനയെ ഒരു സമനിലയിലേക്ക് വരെ തളയ്ക്കുമെന്ന് തോന്നിച്ചു. ആദ്യം അർജന്റീന ഒന്നടിക്കുന്നവർ പിന്നെ തിരിച്ചൊന്നടിക്കുന്നു, പിന്നീട് അർജന്റീന ഒന്നടിക്കുന്നു, പിന്നെയും തിരിച്ചവർ ഒന്നടിക്കുന്നു. അപ്പോൾ 2-2 വന്ന സ്ഥിതിക്ക് അർജന്റീന അവസാനം ഒരു എന്താണ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കൊക്കെ പോകുമോ എന്ന് തോന്നുന്നു. പെനാൽറ്റി ഷൂട്ടിലേക്ക് മത്സരം പോകുന്ന എല്ലാവരും ഓർത്തിരുന്നു. അവസാന നിമിഷം 111-ാം മിനിറ്റ് സെൽഫ് ഗോളാണ് അവരെ രക്ഷപ്പെടുത്തിയത് അല്ലേ? തീർച്ചയായും 111-ാം മിനിറ്റിലെ സെൽഫ് ഗോളിലാണ് അർജന്റീനയ്ക്ക് ആ മത്സരം സ്വന്തമാക്കാനായത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഞെട്ടിക്കുന്ന ഒരു ഫലത്തിലേക്ക് തന്നെ പോകുമായിരുന്ന ഒരു മത്സരമായിരുന്നു അത്. അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് അവരുടെ ഗോൾ കീപ്പർ, കേപ്പ് വെർഡെയുടെ ഗോൾ കീപ്പർ അസാമാന്യ പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. തീർച്ചയായും നമ്മൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ സാധാരണ എമിലിയാനോ മാർട്ടിനസ് ആണ് എല്ലാവരും കിടിലും സേവുകളൊക്കെ ആയിട്ട് ഞെട്ടിക്കാറുള്ളത്. ഇന്നത്തെ മത്സരത്തിലും എമിലിയാനോ മാർട്ടിനസ് സേവുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അവസാന നിമിഷങ്ങളിലേക്കൊക്കെ വരുമ്പോൾ കേപ്പ് വെർഡെയുടെ ഒരു കിടിലൻ ഷോട്ടൊക്കെ എമി തടുക്കുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഒസീഞ്ഞാണ്, കേപ്പ് വെർഡെയുടെ ഗോളി ഒസീഞ്ഞാണ് കഴിഞ്ഞ മത്സരങ്ങളിലെ പോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഞെട്ടിച്ചത്. മെസ്സിയുടെയൊക്കെ 2-3 ഫ്രീ കിക്കുകൾ ഒസീഞ്ഞ തട്ടിക്കളയുന്നുണ്ട്. അതുപോലെ തന്നെ മെസ്സി 2-3 ഷോട്ടുകൾ ബോക്സിനുള്ളിൽ കടിക്കുന്നൊക്കെ തട്ടിക്കളയുന്നുണ്ട്. അപ്പോൾ ഒസീഞ്ഞയുടെ ഒരു കിടിലൻ പെർഫോമൻസ് ആണ് ഇന്ന് കണ്ടത്. ആദ്യ മിനിറ്റുകളിൽ അർജന്റീനയുടെ മുന്നേറ്റം നിരയിൽ അവർ അക്ഷരാർത്ഥത്തിൽ പൂട്ടിയല്ലേ മുന്നേറിക്കൊണ്ടിരുന്നത്. തീർച്ചയായും അർജന്റീന തുടക്കത്തിൽ മുതൽ ആക്രമിച്ച് കളിക്കുന്നതാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ആക്രമണത്തിനൊക്കെ ഒരു മുന്നൊരുക്കം അർജന്റീന നടത്തിയിരുന്നു. പലപ്പോഴും അവർ നല്ല രീതിയിൽ പ്രതിരോധിച്ച് ആ നീക്കങ്ങളൊക്കെ തടുത്തിടുന്ന കാഴ്ചയാണ് ആദ്യ നിമിഷങ്ങളിൽ കണ്ടത്. ഇന്ന് അക്ഷരാർത്ഥത്തിൽ മെസ്സിക്കും പടയ്ക്കും എന്താണ് സംഭവിച്ചത്? എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മത്സരങ്ങൾ, ആദ്യ മത്സരങ്ങൾ സ്പെയിനൊക്കെ സംഭവിച്ച പോലെ തന്നെ അവർ കേപ്പ് വെർഡെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അവർ വില കുറച്ച് കണ്ടോ എന്ന് തോന്നിക്കുന്ന തരത്തിലൊരു പ്രകടനമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. കേപ്പ് വെർഡെ ലോകകപ്പിൽ നിന്ന് പുറത്തായെങ്കിലും അവർക്ക് അഭിമാനത്തോടെ തന്നെ പോകാം അല്ലേ? തല ഉയർത്തി തന്നെ പോകാൻ പറ്റും അല്ലേ? തല ഉയർത്തി തന്നെയാണ് കേപ്പ് വെർഡെ ഈ ലോകകപ്പിൽ നിന്നും മടങ്ങുന്നത്. അർജന്റീനയെ പോലെ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ലയണൽ മെസ്സി, അതുപോലുള്ള ജൂലിയൻ അൽവാരസ്, അതുപോലെ ലൗതാരോ മാർട്ടിനസ് പോലുള്ള വമ്പൻ താരങ്ങളുള്ള ഈ ടീമിനെ ഒരു ജയതുല്യമായിട്ടുള്ളൊരു മത്സരത്തിലൂടെയാണ് മത്സരഫലമാണ് ഇന്നവർക്ക് കിട്ടിയിരിക്കുന്നത്. അവരുടെ കോച്ചിനെ കുറിച്ച്, കോച്ച് നല്ല ടീമിനെ നല്ല ഡെവലപ്പ് ചെയ്യുന്നതിൽ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അവരുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ അവരുടെ കോച്ചിന്റെ പങ്ക് താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും ലോക ഫുട്ബോളിൽ അത്രത്തോളം വലിയ താരനിരയൊന്നും ഇല്ലാത്ത കേപ്പ് വെർഡെ പോലൊരു കുഞ്ഞൻ ആഫ്രിക്കൻ രാജ്യത്തെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് അവരുടെ കോച്ചിന്റെ ഒരു മികച്ച അവരൊരു കോച്ചിങ് നൽകിയതുകൊണ്ട് മാത്രമാണ്. ഈ കേപ്പ് വെർഡെ ആഫ്രിക്കൻ രാജ്യമല്ലേ, അവർക്ക് കുറച്ച് മത്സര പരിചയത്തിന്റെ ഒരു അഭാവം കാണുന്നില്ലേ? നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഉണ്ട്, അതുപോലുള്ള ഒരുപാട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അതിൻ്റെയൊക്കെ ഒരു ഗുണമായിട്ടും കൂടി വേണം നമുക്ക് ഈ ഒരു രീതിയിലേക്ക് കേപ്പ് വെർഡെ വളരാനായിട്ടുള്ള സാഹചര്യം അങ്ങനെയാണ് കിട്ടിയത്. ഇനി അടുത്ത പ്രീ ക്വാർട്ടറിൽ ഈജിപ്റ്റാണ് നമ്മുടെ അർജന്റീനയുടെ എതിരാളികൾ. ആ മത്സരം എങ്ങനെയായിരിക്കും? നമുക്ക് ഭാവിയിലേക്ക് വരാൻ പോകുന്ന മത്സരമാണ്, അതെങ്ങനെയാണ് വിലയിരുത്തൽ? മുഹമ്മദ് സാല വേഴ്സസ് ലയണൽ മെസ്സി പോരാട്ടമായിട്ടാണ് വിലയിരുത്തുന്നത്. അതിലും ഇതേപോലെ തന്നെ അർജന്റീനയ്ക്ക് ഒട്ടും എളുപ്പമായിരിക്കില്ല. ഇന്നത്തെ പോലെ തന്നെ വളരെ ടഫായിട്ടുള്ള മത്സരമായി തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുള്ളൂ. ഈജിപ്റ്റും അർജന്റീനയും തമ്മിൽ കളിക്കുമ്പോൾ ആർക്കായിരിക്കും മേൽക്കോയ്മ? തീർച്ചയായിട്ടും അർജന്റീനയ്ക്ക് തന്നെയാണ് മേൽക്കോയ്മ ഉള്ളത്. പക്ഷേ അത് ഈജിപ്റ്റും ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു താരമുണ്ട്, മുഹമ്മദ് സാലയെ പോലെ ലിവർപൂളിനൊക്കെ വേണ്ടി വർഷങ്ങളോളം കളിച്ചൊരു താരമുണ്ട്, എക്സ്പീരിയൻസ്ഡ് പ്ലെയറാണ്. അപ്പോൾ ആ ഒരു പ്ലെയറൊക്കെ ഉള്ള സ്ഥിതിക്ക് ഒരിക്കലും വില കുറച്ച് കാണാൻ സാധിക്കില്ല. ഇന്നത്തെ പോലെ തന്നെ ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള മത്സരം തന്നെയായിരിക്കും നമുക്ക് പ്രീ ക്വാർട്ടറിലും കാണാൻ സാധിക്കുക. ഇപ്പോൾ റൗണ്ട് ഓഫ് 32 മത്സരങ്ങളെല്ലാം പൂർത്തിയായി പ്രീ ക്വാർട്ടർ മത്സരങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി പോകുന്തോറും ഓരോ സ്റ്റേജ് കടക്കും തോറും ലോകകപ്പ് അതിൻ്റെ ആവേശത്തിൻ്റെ ഉച്ചസ്ഥായിലെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ആവേശത്തിലേക്ക് മത്സരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.